ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിനകത്ത് ഒരു വലിയൊരു മാഫിയ സംഘമായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് ഇനിയും നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ ജനാധിപത്യത്തോടും കാണിക്കുന്ന മര്യാദകേടായി പോകും. ഒരു തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ആ തെറ്റിന് കൂട്ടുനിൽക്കുന്നതും ആ തെറ്റ് ചെയ്തയാളെ സംരക്ഷിക്കുന്നതും എന്നാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം കാട്ടിക്കൂട്ടിയിട്ടുള്ള എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും, എല്ലാ ക്രൂരതകൾക്കും, എല്ലാ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കും കൂട്ടപ്പിടിച്ചു കൊടുത്ത ആളുടെ പേരാണ് ഷാഫി പറമ്പിൽ എന്ന് ഇനിയെങ്കിലും നമ്മളാരും മറന്നുപോകരുത്. ഈ ഷാഫി പറമ്പിലിനൊക്കെ ഇത്രത്തോളം ഭയക്കാൻ മാത്രം ആരാണ് ഷാഫി പറമ്പിൽ എന്നുള്ള കാര്യം. സ്ത്രീ വിരുദ്ധതയാണ് ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും മുഖമുദ്ര എന്ന് പറയുന്നത്. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഷാഫി പറമ്പിലിനെയും താങ്ങാതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. അവരുടെ പ്രീതി പിടിച്ചു പറ്റാതെ കോൺഗ്രസിൽ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയുക? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ പലപ്പോഴും ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിനകത്ത് ഒരു വലിയൊരു മാഫിയ സംഘമായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് ഇനിയും നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ ജനാധിപത്യത്തോടും കാണിക്കുന്ന മര്യാദകേടായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. കാരണം ഒരു തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ആ തെറ്റിന് കൂട്ടുനിൽക്കുന്നതും ആ തെറ്റ് ചെയ്തയാളെ സംരക്ഷിക്കുന്നതും എന്നാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നയാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എല്ലാ കുറ്റകൃത്യങ്ങളിലും പങ്കുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇന്നലെ ഷഹറ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് അവര് ഷാഫി പറമ്പിലിനോട് മുമ്പും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ താൻ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും ആ പരാതിയിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാനായിട്ട് ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല എന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് പരസ്യമായിട്ട് വന്ന് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടവും ഒരു ആൺ ആധിപത്യമാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മളതിനെ ഒരു തരത്തിലും അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യമാണ്. കേരളം ഇത് ചർച്ച ചെയ്യണം. ഈ രാഹുൽ മാങ്കൂട്ടം കാട്ടിക്കൂട്ടിയിട്ടുള്ള എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും, എല്ലാ ക്രൂരതകൾക്കും, എല്ലാ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കും കൂട്ടപ്പിടിച്ചു കൊടുത്ത ആളുടെ പേരാണ് ഷാഫി പറമ്പിൽ എന്ന് ഇനിയെങ്കിലും നമ്മളാരും മറന്നുപോകരുത്. ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഷാഫിക്ക മോനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. ഇത് ഏകീകൃതമായിട്ട് എഴുതിയിടുന്നതാണ്. ഇങ്ങനെയുള്ള പല പ്രൊഫൈലുകൾക്കകത്തേക്ക് നമ്മൾ കയറി നോക്കുന്ന സമയത്ത് ഇവർക്ക് കൃത്യമായ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. AI ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഓരോരോ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് വെച്ചിട്ട് പോലും ഇവർ ഐഡികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഐഡികളിൽ നിന്നുമാണ് ഈ നാട്ടിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ, അതായത് പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയുള്ള സൈബർ അറ്റാക്കുകൾ നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം തന്നെ ഷാഫിയും കുടുങ്ങും എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ ആരാണ് ബാംഗ്ലൂരിൽ എത്തിച്ചത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നതിന് ശേഷം ഒരു പരിപാടിയിൽ, ഒരു ധർണാ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. അന്ന് ഷാഫിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആദ്യമായിട്ട് പാലക്കാട് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തമ്മിലുള്ള ഒരു ബന്ധം. ഷാഫി പാലക്കാടുള്ള കോൺഗ്രസിനെ മൊത്തത്തിൽ നശിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മളാരുമല്ല, പാലക്കാട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ്. പാലക്കാട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ എത്രത്തോളം അസ്വസ്ഥരാണെന്നറിയാമോ? എത്രയോ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഷാഫിയോടുള്ള ഒരു ദേഷ്യം മൂലം പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെന്നറിയാമോ? ഇവർ വ്യക്തിപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയതല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ. ആ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കാര്യം ഇപ്പോൾ പറയുമായിരിക്കും പാലക്കാട് ഒരു MP ഉണ്ട്, ഒരു MLA ഉണ്ട് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്ത് എന്തുണ്ടെന്നേ? മണർകാട് UDF-ന് മുസ്ലിം ലീഗിന്റെ ഒരു MLA ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് എന്തുണ്ട് കോൺഗ്രസിന് പാലക്കാട് ജില്ലയ്ക്ക് തന്നെ ഒരു ചീത്തപ്പേരായില്ല ഇപ്പോ. ഇത് പാലക്കാട് ജില്ലയ്ക്ക് മാത്രമാണോ? ഇത് കേരളത്തിന് മൊത്തത്തിൽ തന്നെ ഒരു നാണക്കേടായിട്ട് മാറിയില്ലേ? നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്, അല്ലെങ്കിൽ കേരളത്തിലെ അന്വേഷണ ഏജൻസികളും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഒക്കെ അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ ഷാഫി പറമ്പിലിനൊക്കെ ഇത്രത്തോളം ഭയക്കാൻ മാത്രം ആരാണ് ഷാഫി പറമ്പിൽ എന്നുള്ള കാര്യം. ഷാഫി പറമ്പിൽ റോബർട്ട് വധേരയുടെ ബിനാമിയാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ റോബർട്ട് വധേരയുടെ നോമിനിയാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങളുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഷാഫി പറമ്പിൽ. അതിനപ്പുറത്തുള്ള എന്തൊക്കെയോ അധോലോക ബന്ധങ്ങൾ ഷാഫി പറമ്പിലുണ്ട്. ആ ബന്ധങ്ങളാണ് കണ്ടെത്തേണ്ടത്. ആ ബന്ധങ്ങളെയാണ് ആര് ഭയക്കുന്നത്?
കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഭയക്കുന്നത്. കാരണം ഹൈക്കമാൻഡിൽ നിന്ന് ദീപാദാസ് മുൻഷി എന്താണ് പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ KPCC നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും തൽസ്ഥിതിയിൽ തുടരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണമെന്നേ. രാഹുൽ മാങ്കൂട്ടത്തിന് ആരാണ് ബാംഗ്ലൂരിൽ ഒളിത്താവളം ഒരുക്കിയത്? അവിടുത്തെ പ്രമുഖനായിട്ടുള്ളൊരു MLA ആണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ് അറിയാതെയാണോ? കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അറിയാതെയാണോ? കോൺഗ്രസ് ഹൈക്കമാൻഡ് വിചാരിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ല 10 മിനിറ്റ് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കേരള പോലീസിന് പിടിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ യശസ് ഉയരുകയല്ല ചെയ്യുക. മറിച്ച് ഇത് നടു റോട്ടിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ തുണി വലിച്ചു കീറുന്നതിന് തുല്യമല്ല ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാ കോൺഗ്രസ്സുകാരും തെറി കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട്, ഒരു ഷാഫി പറമ്പലിന് വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഷാഫി ഇത്രത്തോളം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഭയക്കുന്നുണ്ട് എങ്കിൽ എത്ര നേതാക്കന്മാരാണ് ഷാഫി പറമ്പലിനെതിരെ രംഗത്ത് വന്നത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ K മുരളീധരൻ ശക്തമായി പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു രാജ്ഭവൻ ഉണ്ണിത്താൻ ശക്തമായിട്ട് പറഞ്ഞു, രമേശ് ചെന്നിത്തല പറഞ്ഞു, VD സതീശൻ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പിന്നെ വനിതാ നേതാക്കളായിട്ടുള്ള ഷമാ മുഹമ്മദ്, ഷാനിമോൾ ഉസ്മാൻ, ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ ഇവരൊക്കെ അതിശക്തമായിട്ട് തന്നെ പറയുന്നില്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു നിമിഷം പോലും ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നിട്ടും എന്തേ തുടരുന്നു? പക്ഷേ ഇപ്പൊ പറയുന്ന ഷാഫിന്റെ അടുത്ത് പറഞ്ഞ ഒരു പരാതിന്റെ പേരിലാണ് ആ പറയുന്ന ഷഹനാസിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്താക്കിയത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പുകഞ്ഞ കൊള്ളി പുറത്ത്. എന്നിട്ടും ഈ പറയുന്ന രാഹുലിനെ ഒരു രീതിയിലും അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ രാഹുലിനെ മാറ്റി നിർത്തുന്നോ ഇല്ല. അല്ല, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇതാണ് സ്ത്രീ വിരുദ്ധതയാണ് ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും മുഖമുദ്ര എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നേതൃത്വത്തിനെതിരെ വിമർശനം നടത്താൻ പാടില്ല എന്നുണ്ടോ? ആ പെൺകുട്ടി എന്താണ് മാധ്യമത്തോട് പറഞ്ഞത്? എന്താണ്? ഷാഫി പറമ്പിലിന് ഇതിനു മുമ്പ് ഞങ്ങൾ പരാതി നൽകിയിരുന്നു. ഷാഫി പറമ്പിൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ പെണ്ണുപിടിയനായിട്ടുള്ള, ഈ മാനസിക രോഗിയായിട്ടുള്ള, ഈ കൊടും ക്രിമിനലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ പാടില്ല എന്ന് ഷാഫിയോട് പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ അത് പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. അതല്ല ആ പെൺകുട്ടി വന്ന് പറഞ്ഞത്. അതിലെന്താ തെറ്റെന്താ ഉള്ളത്? ഈ ഷാഫി പറമ്പിലിനെ വെല്ലുവിളിച്ചിരിക്കുന്ന അങ്ങനെ അറിയുമ്പോൾ ധൈര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ ഇത് നിഷേധിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാഫി പറമ്പിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഷാഫി പറമ്പിൽ വലിയൊരു ഫാൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് ഉള്ള ആളാണ് കേരളത്തിൽ എന്നുള്ളതാണ്. ഷാഫി പറമ്പിലോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വലിയൊരു ഫാൻ ബേസ് ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് 2 ദിവസമായി ജയിലിനുള്ളിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നു. ഒരു കുഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതാ ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് പോലീസ് കസ്റ്റഡിയിലാണ്. നാളെ 11 മണിക്ക് ശേഷം മാത്രമേ ഈ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സമാനമായ ഒരു ഫാൻ ബേസ് മാത്രമേ ഷാഫി പറമ്പിലിനും ഉള്ളൂ. ഷാഫി പറമ്പിലിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് 500 രൂപയ്ക്കും 1000 രൂപയ്ക്കുമൊക്കെ ബിരിയാണിയും മേടിച്ചു കൊടുത്ത് ദിവസക്കൂലിയും കൊടുത്ത് ഏതാനും ചെറുപ്പക്കാരെ ചുറ്റും കൂട്ടും എന്നതിനപ്പുറത്തേക്ക് നേരെ നിന്ന് എടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ ആരാടാ എന്ന് ചോദിക്കാൻ ശേഷിയുള്ള ഒരൊറ്റ ആൺകുട്ടികൾ പോലും ഈ ഷാഫി പറമ്പിലിൻ്റെ കൂട്ടത്തിലില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഷാഫി പറമ്പിലിൻ്റെ കൂട്ടത്തിലൊക്കെ ഏതെങ്കിലും ധൈര്യമുള്ള ആമ്പിള്ളേർ ആരെങ്കിലും നിൽക്കുമോ? അതായത് ഷാഫി പറമ്പിലിനെ അനുസരിച്ച് ഷാഫി പറമ്പിൽ എന്ത് പറഞ്ഞാലും ഇപ്പം രാത്രിയാണ് എന്ന് പറഞ്ഞാൽ രാത്രി അതിന് തല കുലുക്കി അതിന് മുദ്രാവാക്യം വിളിച്ച് നിൽക്കുന്ന ആളുകളല്ലാതെ വേറെ ആരാണത് ഷാഫി പറമ്പിലിൻ്റെ കൂട്ടത്തിലുള്ളത്? ഇത്രയും വലിയൊരു കൊട്ടും കുറ്റവാളി, കൊട്ടും ക്രിമിനലായിട്ടുള്ള ഒരു സൈക്കോപാത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഷാഫി പറമ്പിൽ കുറ്റക്കാരനല്ലാതാകുമോ? ഷാഫിക്കെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പരാതികളായിട്ട് വാർത്തകളായിട്ട് വരും ദിവസങ്ങളിൽ സമൂഹ മധ്യത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും ഷാഫി പറമ്പിലിന് പറ്റത്തില്ല. ചെയ്തു വെച്ച ക്രൂരതകൾ, നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാവി, ഇതൊക്കെ ഒരു പ്രപഞ്ചത്തിനൊരു സത്യമുണ്ടെന്നേ. അതൊക്കെ ഇവിടെ അനുഭവിച്ച് പോകാനുള്ളതൊക്കെ ഇവിടെ അനുഭവിച്ചിട്ട് തന്നെ ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ പോകാൻ സാധിക്കത്തുള്ളൂ. ഉമ്മൻചാണ്ടി സാറിനോട് ചെയ്തിരിക്കുന്ന കൊടും ക്രൂരത, അദ്ദേഹത്തിൻ്റെ മകനോട് ചെയ്തിരിക്കുന്ന കൊടും ക്രൂരത, അദ്ദേഹത്തിൻ്റെ മകനെ പോലും രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചാണ്ടി ഉമ്മനെതിരെ സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്തിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചാണ്ടി ഉമ്മനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച വ്യക്തിയുടെ പേര് തന്നെയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അതിലാർക്കും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഷാഫിയെ ന്യായീകരിച്ചുകൊണ്ട് അധികമാരും രംഗത്ത് വരണ്ട.
ഷാഫി കെട്ടിപ്പടുത്തതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ പല ആളുകളും ഷാഫിയും രാഹുൽ മാങ്കൂട്ടം ഒക്കെ പറയുന്നുണ്ടല്ലോ, നരേന്ദ്രമോദി കെട്ടിപ്പടുത്തതല്ല ഇന്ത്യ എന്ന് പറയുന്നില്ലേ. ആ സമാനമായ രീതിയിൽ തന്നെയാണ് ഷാഫിയോടും രാഹുലിനോടും പറയാനുള്ളത്. ഷാഫിയും രാഹുലും കെട്ടിപ്പടുത്തതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവിടെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന സത്യസന്ധരായിട്ടുള്ള ദേശസ്നേഹികളായിട്ടുള്ള ആളുകളുടെ ചുടുനിടത്തിൽ നിന്നും പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിനെ ഈ രണ്ട് തെമ്മാടികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യ സമരം കോൺഗ്രസ് നേതാക്കന്മാർ ആരംഭിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കോൺഗ്രസ് നേതാക്കന്മാർ എന്തിനാണെന്ന് ഈ രണ്ടെണ്ണത്തിനെ പേടിക്കുന്നത്? ഈ രണ്ടെണ്ണത്തിനെ പേടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണുള്ളത്? ജീവിതമല്ലേ, പോയാലങ്ങോട്ട് പോകട്ടെ എന്ന് വെക്ക്. ഇതുപോലുള്ള തെമ്മാടി കൂട്ടങ്ങൾക്ക് അടിമവേല ചെയ്യുന്നതിനേക്കാൾ എത്രയോ അഭിമാനമുണ്ടതിന്. അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം വരെ കിട്ടിയത്. ജീവൻ പോകണമെങ്കിൽ അങ്ങോട്ട് പോട്ടെന്ന് വെക്ക്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അങ്ങോട്ട് പുറത്താക്കി എന്ന് വെക്ക്. കാരണം ഇതുപോലുള്ള രണ്ട് തെമ്മാടി കൂട്ടങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ച് അവരെ അനുസരിച്ച് കുമ്പിട്ട് നിൽക്കേണ്ട ഗതികേട് ഇന്ദിരാ കോൺഗ്രസിന്. ഇന്നലെയും ചില മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതിനു ശേഷവും ഫെനി നൈനാന് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി സീറ്റ് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 21ഓളം പേർക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നു. അതിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് പള്ളിക്കലിൽ കൊടുത്തിരിക്കുന്നു. എന്താണ് അവരുടെ യോഗ്യത എന്ന് പറയുന്നത്? അവരുടെ ഒരൊറ്റ യോഗ്യത മാത്രമേ ഉള്ളൂ. ആ യോഗ്യത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് അവരുടെ യോഗ്യത. അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നിന്ന എത്രയോ ചെറുപ്പക്കാർക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇവർ സീറ്റ് നിഷേധിച്ചിട്ടുണ്ടെന്നറിയോ? നിസ്സാരമല്ല. ഒരു കോൺഗ്രസിലെ കൊടും ക്രിമിനൽസ് ആണ് ഈ രണ്ടുപേരും, ഇവരെ അനുകൂലിക്കുന്നവരും എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ശക്തമായ നടപടി കോൺഗ്രസ് പ്രസ്ഥാനവും കോൺഗ്രസ് നേതൃത്വവും ഇവർക്കെതിരെ എടുക്കാത്ത പക്ഷം കേരളത്തിൽ കോൺഗ്രസിന്റെ അന്ത്യമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു.